വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അതുല്യ. അപ്പോൾ നമ്മുടെ ട്രേഡ്സ്മാൻ എക്സാമിന് നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കോളാം. അപ്പോൾ കാരണം നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കോഡിംഗ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ജാവാസ്ക്രിപ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫുൾ പ്രോഗ്രാമിംഗ് ആണ്, അതായത് ഏകദേശം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിക്കാനുള്ളതാണെന്ന്. ഇത് കോമൺ ആണ്. സ്ക്രിപ്റ്റ് ടൈപ്പ് ജാവാസ്ക്രിപ്റ്റ് ആണ്, അതുപോലെ തന്നെ ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത്. var a equal to scalar, var result is equal to a dot substring of 2,4 document dot write result. അതായത് ഇതിൻ്റെ റിസൾട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ ചോദിക്കുന്നത്. ഈ ഒരു സ്ട്രിങ് എടുക്കുന്ന സമയത്ത് SCALER, ഇത് പൊസിഷൻ വരുന്നത് 0 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ പറയുക അല്ലേ? ഇതിൻ്റെ എന്റെ സബ്സ്ട്രിങ് ആണ് നമ്മൾ റിസൾട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞത്. അത് 2 to 4 ആണ് പറയുന്നത്. 2 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ വരുന്നത് 2 മുതൽ 4 വരെ എന്നാണ്. 2 മുതൽ എന്ന് പറയുമ്പോൾ 0 1 2, അപ്പോൾ ഇവിടെ മുതലാണ് വരിക. ഇവിടെ മുതൽ വരുന്ന സമയത്ത് 2 to 4 എന്ന് പറയുമ്പോൾ 2ഉം 3 വരുള്ളൂ, ഇത് 4 വരില്ല, n-1 വരെ വരുള്ളൂ. അപ്പോൾ എന്താണ്? 2ഉം 3ഉം മാത്രമേ വരുള്ളൂ. അപ്പോൾ 2 3 എന്ന് പറയുമ്പോൾ AL. കറക്റ്റ് ആൻസർ ഏതാണ്? AL ആണ്. അപ്പം നമ്മൾ ഓർക്കേണ്ടത് സബ്സ്ട്രിങ് എന്ന് ചോദിച്ചിട്ട് ഫസ്റ്റത്തെ എലമെന്റ് മുതൽ, അതായത് 0 മുതൽ റീഡ് ചെയ്യുന്നുള്ളത് ഓർക്കുക. അപ്പോൾ 0 1 2 മുതലായിരിക്കും വരിക. രണ്ടാമത് കൊടുക്കുന്നത് n-1 വരെ നമുക്ക് റീഡ് ചെയ്യേണ്ടുള്ളൂ. അതായത് 4 കൊടുത്താൽ 3 വരെ വരുള്ളൂ, ഇനി 5 ആണെങ്കിൽ 4 വരെ, അങ്ങനെ n-1 വരെ ആയിരിക്കും അത് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്താണ്? AL എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ട്രിങ് ചോദിക്കുന്ന സമയത്ത് നോട്ട് ചെയ്തോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് കോഡ് സ്നിപ്പെറ്റ്. നോക്കുക, ഇതൊക്കെ നമ്മൾ സെയിം തന്നെയാണ്. ഇവിടെ നോക്കുക, x ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. y എന്ന് പറയുന്നത് 8 ആണ്. var res ഈക്വൽ ടു ഇവാൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇവിടെ കോൾ ചെയ്യുന്നത്. ഇവാൽ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് എന്നാണ് ഇവാലിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് x പ്ലസ് y എന്നുള്ള പാരാമീറ്റർ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് res. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവാൽ x പ്ലസ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x പ്ലസ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ 12 ആണ്. 12 പ്ലസ് 8 എന്താണ് ആൻസർ വരുന്നത്? 20 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 20 ആണ് വരിക. കാരണം ഇതിൽ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രിങ് ആണോ ഇൻറ്റിജർ ആണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ പാസ് ചെയ്യുന്ന വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 20 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ടൈം ഔട്ട് കൊടുത്തു, കൺസോൾ ഡോട്ട് ലോഗ് കൊടുത്തു, ടൈം ഔട്ട് കൊടുത്തു, കൺസോൾ ഡോട്ട് ലോഗ് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ്. ആദ്യം ഇതിങ്ങനെ റീഡ് ചെയ്ത് വരും അല്ലേ ഫസ്റ്റ് ടൈം. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് ആണ്. ദെൻ അടുത്ത ലൈനിലേക്ക് പോകും, കൺസോൾ ഡോട്ട് ലോഗ് 2 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, സോ 2 പ്രിന്റ് ചെയ്യും. അടുത്തത് സെറ്റ് ടൈം ഔട്ട് ആണ്. നെക്സ്റ്റ് ലൈനിൽ നോക്കും, കൺസോൾ ഡോട്ട് ലോഗിൽ 4 ആണ്, ദെൻ 4 പ്രിന്റ് ചെയ്യും. തിരിച്ച് എവിടെ വരും? ഇവിടെ വരും. സെറ്റ് ടൈം ഔട്ടിൽ നോക്കുന്നവരെ 2000 ടൈം ഉണ്ട്, അപ്പോൾ അതെടുക്കില്ല, നേരെ താഴെ സെറ്റ് ടൈം ഔട്ടിൽ വരും. ഇവിടെ എന്താണ്? ലോഗ് 3 0ലാണ് പറഞ്ഞത്, അപ്പം എന്ത് വരും? 3 പ്രിന്റ് ചെയ്യും. ദെൻ വീണ്ടും 2000 മിനിറ്റ്, അതായത് 2000 മിനിറ്റ് അല്ല 2000 മില്ലി സെക്കൻഡ്സ് കഴിയുന്ന സമയത്ത് അവിടെ എന്ത് പ്രിന്റ് ചെയ്യും? 1 പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 2431 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതായത് കൺസോൾ ഡോട്ട് ലോഗ് ഫുള്ള് റീഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സെറ്റ് ടൈം ഔട്ട് പോയാൽ മതി. ആ ടൈം ഔട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഏതാണ് ആദ്യം പ്രിന്റ് ചെയ്യുക എന്നുള്ളത് നോക്കേണ്ടത്. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ ID വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ HTML പാരഗ്രാഫിന് ഒരു ID കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഐ ഡിയിൽ ഇവിടെയാണ് നമ്മുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക. ഈ പാരഗ്രാഫിൻ്റെ ഉള്ളിലായിരിക്കും വാല്യൂ ഡിസ്പ്ലേ ചെയ്യാം. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഗെറ്റ് ബൈ എലമെൻറ്റ് ഈ കൊടുക്കുന്ന പാരഗ്രാഫിലേക്കാണ് നമ്മൾ പോകേണ്ടത്. എന്താ പറഞ്ഞത്? ഇന്നർ HTML മാത്ത് ഡോട്ട് SQRT ഓഫ് 81, അതായത് മാത്ത് ഡോട്ട് SQRT ഓഫ് 81 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്ത് എന്ന് പറയുന്ന ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷനിലെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന മാത്ത് എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയിലെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ചെയ്യാൻ പറയുന്നത്. സ്ക്വയർ റൂട്ടിൽ പാരാമീറ്റർ പാസ് ചെയ്യുന്നത് 81 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 9 ആയിരിക്കും. കാരണം 81ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 9 ആണ്. അപ്പോൾ ഈ ഒരു എലമെന്റ്, ഈ ഒരു ഐ ഡിയിലേക്ക് നമ്മൾ പോവുക, റിസൾട്ട് എന്ന് പറയുന്നത് 9 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ റിസൾട്ട്. അപ്പോൾ ഓർക്കേണ്ടത്, ഇത് മാത്ത് ഡോട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു ലൈബ്രറിയാണ്. അതിൽ SQRT എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. പാരാമീറ്റർ ആയിട്ട് വരുന്നത് എന്താണോ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സമയത്ത് പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് തന്നെ പ്രീവിയസ്ലി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ നമ്മൾ ചോദ്യം മനസ്സിലാക്കാനും ചോദ്യം എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പം നിങ്ങൾ ട്രേഡ്സ്മാൻ പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. കാരണം നമുക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് ടൈം ഇല്ല. ഇനി ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ നമുക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളുക. കാരണം നമുക്കിനി ഇപ്പം തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോടെ CCയോടൊപ്പം. കാരണം എന്താ? CC എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതൊരു എക്സാമിൻ്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാലും അത് LP-UP ആയിക്കോട്ടെ, HSA ആയിക്കോട്ടെ, ഏതൊരു എക്സാമിൻ്റെ റിസൾട്ടിൽ ടോപ്പ് റാങ്ക് ആയിട്ട് ഞങ്ങളുടെ CCയുടെ ചുണക്കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾക്കും അടുത്തൊരു ട്രേഡ്സ്മാൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇതിലുള്ള ഞങ്ങളുടെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ന്യൂ സിലബസിന്റെ ഓറിയന്റഡ് ക്ലാസ്സുകൾ, ഓരോ സിലബസിലും ഓരോ മൊഡ്യൂളിലും എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായ പ്ലാനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റഡി പ്ലാനുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള ഓരോ മാസവും ഓരോ ദിവസവും നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള പ്ലാനോട് കൂടി പോയി കഴിഞ്ഞാൽ ഈസി ആയിരിക്കും ഈ എക്സാം. ഒരു ഡൗട്ടും ഇല്ല. കാരണം ട്രേഡ്സ്മാൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു എഡ്യൂക്കേഷണൽ ക്രൈറ്റീരിയ ഒക്കെ വന്ന് ഏജുകളൊക്കെ വരുന്ന സമയത്ത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരുപാട് കോമ്പറ്റീഷനുള്ള LDC പോലത്തെ ഒരു എക്സാം അല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാവുന്നത് കൊണ്ടും ഒട്ടും വൈകിക്കരുത്. അതുപോലെ തന്നെ സബ്ജക്റ്റ് ക്യാപ്സ്യൂൾ നമ്മളെല്ലാവരും ചിന്തിക്കും അല്ലേ, ഇതൊക്കെ ഞാൻ ഈ ITയിൽ അല്ലെങ്കിൽ ഈ ഇതിനൊക്കെ പഠിച്ചിട്ടുള്ള ഈ മൊത്തം പാഠങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ എങ്ങനെയോ പഠിച്ചതായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോർഷനിലും എന്താണ് ഇമ്പോർട്ടൻ്റ്, അതെങ്ങനെ പഠിക്കണം, അതിനൊരു ടിപ്പുണ്ടോ, അതിന് നല്ല ട്രിക്കുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ്, നമുക്ക് PSC പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് PSCയുടെ ഓരോ ക്വസ്റ്റ്യനുകളും വരിക, ഓരോ ക്വസ്റ്റ്യനും നമുക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു എക്സാമിന് ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ പറ്റും, ഇതെല്ലാം നമുക്ക് മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ ആൻസർ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുപോലത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ക്ലിയറൻസ്, നമുക്കറിയാം ചില ആൾക്കാരെങ്കിലും ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുള്ളവരായിരിക്കും. അതായത് ഈ ITI ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ജോബിന് വേണ്ടിയിട്ടായിരിക്കും ITI ചൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ ITI കഴിഞ്ഞിട്ട് ജോലിക്ക് പോയ ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ഒരു പഠിക്കുന്ന ടച്ച് വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ നിങ്ങളുടെ മെൻറ്ററുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. പിന്നെ മോട്ടിവേഷണൽ സെഷൻസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഈ പറഞ്ഞ പോലെ കരിയർ ഗ്യാപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു മോട്ടിവേഷൻ കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാമിന് പഠിക്കാൻ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഞാൻ ഇതൊന്നും പഠിച്ചാൽ എത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും പഠിച്ചിട്ട് കാര്യം എന്തെന്ന് തോന്നില്ല, എനിക്കൊന്നും ഈ എക്സാം കിട്ടാൻ സാധ്യതയില്ല, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്.
ഒരു മോട്ടിവേഷനോട് കൂടി, ഒരു പോസിറ്റീവ് വൈബോട് കൂടി നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലൈവ് ഇൻട്രാക്ഷൻ സെഷൻ, റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ പോർഷനും എന്തൊക്കെയാണ് ഡൗട്ട്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ്. പിന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാം, അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും എന്താവശ്യത്തിനും ടെക്നിക്കൽ സപ്പോർട്ടിനും ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഇനിയും പഠിക്കാത്തവരാണെങ്കിലും അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങി എനിക്ക് തീർക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിലും ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ജോയിൻ ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 8590202323 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്തോളാം. ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ട്രേഡ്സ്മാൻ എഴുതുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്തോളാം. അപ്പോൾ അവർക്ക് ഒരു ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ ചാനലിൽ ഇടുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.